ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചോറുണ്ടായിരുന്നു ബാക്കി, നബിദിനത്തിൻ്റെ ബാക്കിയുള്ള ചോറാട്ടത്. നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് കുറച്ച് നമ്മൾ ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ കുറച്ച് അരിപ്പൊടി ഇടുക, എന്നിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടിലേക്കുള്ള ആ ഒരു ഇതിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു ഇതിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് തേങ്ങ ചിരകിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മസാലകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പുട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് തേങ്ങ വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പോകുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ നമ്മളിങ്ങനെ തലേ ദിവസത്തെ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ, അടിപൊളി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ.